ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, സച്ചേട്ടൻ എവിടെ? ഏട്ടൻ ഇന്നലെ രാത്രി പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ വന്നില്ലേ? അപ്പോ നിങ്ങളാരും വിളിച്ചു നോക്കിയില്ല? രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുൻപ് സന്ദീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ എന്റെ മോള്? മോള് സ്നേഹയുടെ മുറിയിലുണ്ട്. കുളിപ്പിച്ചു കഴിഞ്ഞപ്പോ അവൾ അങ്ങോട്ട് എടുത്തോണ്ട് പോയി. സുഖാണോടി? ഞാനിപ്പോ വരാവേ. മോളെ അമ്മുക്കുട്ടി, നിന്റെ അമ്മ വന്നു. അയ്യോ, നമ്മുടെ പൊന്നുമോൾ ഉറങ്ങിപ്പോയോ? മോളെ അമ്മുക്കുട്ടി, ഏട്ടത്തി വന്നപ്പോഴേക്കും മോൾ ഉറങ്ങിപ്പോയല്ലോ. ഏട്ടത്തി എന്താ നേരത്തെ പോകുന്നത്? എനിക്കെന്റെ മോളെ കാണണം തോന്നി, ഞാനിങ്ങ് പോന്നു. അല്ല, ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് മുഴുവനും കഴിഞ്ഞില്ലായിരുന്നല്ലോ. എന്നിട്ടും അവിടുന്ന് പോരാൻ അച്ഛനും അമ്മയും സമ്മതിച്ചോ? ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ ആയാലും ചെയ്യാലോ. എന്നാലും അത് അമ്മ ചെയ്യുന്ന പോലെ വരുമോ? നീയും സ്നേഹ അനഘയൊക്കെ ഇവിടെ ഉണ്ടല്ലോ. മെഡിസിൻ എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ സമയത്തിന് കഴിക്കണം, സന്തോഷത്തോടെ വിശ്രമിക്കണം. അതല്ലേ വേണ്ടത്? അതിന് ഈ വീടിനേക്കാളും പറ്റിയൊരിടം വേറെ ഏതാ? അങ്ങനെ അല്ലല്ലോ ചേച്ചി. ഒരു ദിവസവും മുഹൂർത്തവും കുറിച്ച് അമ്മയും കുഞ്ഞിനെയും വന്ന് വിളിച്ചോണ്ട് പോരുന്നതല്ലേ ചടങ്ങ്. ദേ, ഇവിടെയാണെങ്കിൽ അച്ഛനും നന്ദേട്ടനും എല്ലാവരും അങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഈ ചടങ്ങിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് എന്തിനാ ഒരു ചടങ്ങ്? ഏതോ കാലത്ത് ആരും ഉണ്ടാക്കിയ ചടങ്ങുകളാ ഇതൊക്കെ. തലമുറകളായി ഇതൊക്കെ എല്ലാരും ചെയ്യുന്നു, അപ്പൊ നമ്മളും ചെയ്യുന്നു. അത്രേ ഉള്ളൂ. എനിക്ക് എന്റെ മോളെ കാണാതെ പറ്റില്ല. മോളെ കാണാനായിരുന്നെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരായിരുന്നല്ലോ. വേണമെങ്കിൽ കുറച്ചു ദിവസം അവിടെ നിർത്തുകയും ചെയ്യായിരുന്നു. ഇതിപ്പോ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വിഷമായി കാണും. അമ്മുക്കുട്ടിയെ കാണാൻ മാത്രം അങ്ങനെ അർച്ചനടുത്ത് ഇത്ര ധൃതിപ്പെട്ട് ഓടി വരില്ല. സച്ചേട്ടനെ കാണാതെ ഏട്ടത്തേക്ക് എരിപ്പ് ഉറക്കത്തില്ല. അതല്ലേ സത്യം? ഒന്ന് പോടി അവിടുന്ന്. അല്ല, സച്ചേട്ടൻ എവിടെ? ഏട്ടൻ ഇന്നലെ രാത്രി പോയതാ, ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ വന്നില്ലേ? അപ്പോ നിങ്ങളാരും വിളിച്ചു നോക്കിയില്ല? രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുൻപ് സന്ദീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ സച്ചേട്ടൻ എവിടെയാണെന്നാ പറഞ്ഞേ? അതൊന്നും എന്നോട് പറഞ്ഞില്ല. സച്ചേട്ടൻ ഓഫീസിൽ കാണും. ഞാൻ ധനുഷനെ വിളിച്ചു ചോദിക്കാം. അപ്പോ ഇന്നലെ രാത്രി മുഴുവൻ സച്ചേട്ടൻ എവിടെയായിരുന്നു? രാവിലെ ഇവിടേക്ക് വന്നിട്ടുമില്ല. ഇതിലെന്തോ ഉണ്ടല്ലോ. സ്നേഹയാണല്ലോ. ഹലോ, എന്താടോ? ധനുഷേട്ടാ, സച്ചേട്ടൻ ഓഫീസിലുണ്ടോ? ക്യാബിലുണ്ടല്ലോ. എന്താ കാര്യം? സച്ചേട്ടനോടെ ഒന്ന് വീട്ടിലോട്ട് വരാൻ പറയോ? ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? സർപ്രൈസ് ആയതുകൊണ്ടല്ലേ പറയാത്തത്?
അതെന്താന്ന് സച്ചിയുടെ നേരിട്ട് ഒന്ന് കാണട്ടെ. ദേ ചിണുങ്ങാത്ത കാര്യം പറയണേ. നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? സച്ചിയേട്ടൻ ഇവിടെ ഓഫീസില് ഒരു ജോലി ഇല്ലാതിരിക്കുകയാണെന്നാ? എന്റെ ധനുഷേ, അർച്ചനടുത്ത് കുഞ്ഞും തിരിച്ചു വന്നൂന്ന്. ഏ നീ എന്താ തമാശ പറയാണോ? അല്ല, ഞാൻ സത്യം പറഞ്ഞതാ. സച്ചിനോട് വേഗം വരാൻ പറ. ശരി ശരി, നീ ഫോൺ വെക്ക, ഞാൻ പോയി സച്ചിയേട്ടനോട് പറയാം. ഇതെല്ലാം നേരത്തെ നോക്കിയതാ. അപ്പൊ ഇതോ? സച്ചേട്ടാ, ഞങ്ങളോട് ആരോടൊന്നും പറയാതെ സച്ചേട്ടനും അർച്ചനടത്തിയും കൂടി സർപ്രൈസ് പ്ലാൻ ചെയ്തതാണല്ലേ? എന്ത് സർപ്രൈസ്? ഓ പിന്നെ ഒന്നും അറിയാത്ത പോലെ. എന്നിട്ടാണോ ആരോടും പറയാതെ അർച്ചനടത്തി കുഞ്ഞുമായിട്ട് നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു വന്നത്? അർച്ചന തിരിച്ചു വന്നോ? എടാ, നീ എന്തൊക്കെയാ പറയുന്നേ? നിന്നോട് ആരേത് പറഞ്ഞേ? എന്നോടിപ്പോ സ്നേഹ വിളിച്ചു പറഞ്ഞതാ. സച്ചിയേട്ടനോട് വേഗം വീട്ടിലോട് ചെല്ലാൻ പറഞ്ഞു. അപ്പോ അർച്ചന വരുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ആ, സാധാരണ പ്രസവമൊക്കെ കഴിഞ്ഞ് അമ്മയും കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് വരുന്നത് ഒരു ചടങ്ങ് തന്നെയാ. ഇതിപ്പോ അതൊന്നും ഇല്ലാതെ എടുത്തു ചാടി വന്നിരിക്കുന്നു. അത് ശരിയാണല്ലോ. ഇതിനൊക്കെ ഓരോ രീതികളില്ലേ? ആ, നിന്നോട് പറയാതെ അർച്ചന പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് വന്നത്? എന്റെ നന്ദേട്ടാ, ഇവര് തമ്മിലുള്ള സ്നേഹം നന്ദേട്ടൻ അറിയില്ലേ? സച്ചിയേട്ടനെ കാണാതെ അർച്ചനടുത്ത് ഇത്രയും ദിവസം അവിടെ പോയി നിന്നത് തന്നെ ഒരു അത്ഭുതമാ. ഏട്ടത്തിക്ക് സച്ചിയേട്ടനെ കാണാതെ ഇരിപ്പൊറയ്ക്കത്തില്ല. അതുകൊണ്ടാവും ആളവിടുന്ന് പോകുന്നത്. ആ, അതെന്തായാലും നന്നായി. അർച്ചനയും കുഞ്ഞും വീട്ടിലില്ലായിരുന്നോണ്ട് ആകെ ഒരു ശൂന്യതയായിരുന്നു. ഇനിയിപ്പോ അത് മാറിയല്ലോ. എന്നാ പിന്നെ ഞാനൊന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ. പോകുന്ന വഴിക്ക് കുഞ്ഞിന് കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കണം. അല്ല, നന്ദേട്ട ഇപ്പൊ വരുന്നുണ്ടോ? ഇല്ലടാ, ജോലി ബാക്കിയുണ്ട്. നീ വേണമെങ്കിൽ ധനുഷിനെ കൂട്ടി വെക്കോ. ഇല്ല, എനിക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്. എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. നന്ദേട്ടാ, പിന്നെ ഈ KV ഇൻഡസ്ട്രീസിന്റെ ഫയലുണ്ടല്ലോ, അത് ഇന്ന് തന്നെ ഫിനാൻസിലേക്ക് അയക്കണം. അത് ഞാനല്ലേ നോക്കിയതാണ്. നന്ദേട്ടൊന്ന് ഫൈനലൈസ് ചെയ്ത് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ ഞാൻ ഏറ്റടാ, നീ ചെല്ല്. അപ്പൊ ശരി. ഓക്കെ. എന്നാലും അർച്ചന എന്തിനാ ഒറ്റയ്ക്ക് വന്നത്? ഞാൻ പറഞ്ഞില്ല നന്ദേട്ടാ, അവർക്ക് തമ്മില് പരസ്പരം കാണാതിരിക്കാൻ പറ്റത്തില്ല.